ഷാനവാസിന്റെ എവിടെയോ നെവിൻ പിടിച്ചു എന്നൊരു ആരോപണമാണെന്ന് പറയുന്നത് എപ്പിസോഡിൽ അത് വളരെ വ്യക്തമാണ്. എൻ്റെ അവിടെ ഇങ്ങനെ പറയുന്നത്, എൻ്റെ അവിടെ പിടിച്ചു, ഞാൻ അടിച്ചു, ഞാൻ 1-2 തവണ അടിച്ചിട്ടും കേൾക്കുന്നില്ല. വളരെ വലിയൊരു അലിഗേഷനാണ് ആ സാധനം. അതെന്തായാലും നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെവിനെ അത് നമുക്ക് ആർക്കും അറിയില്ല. ഈ പറയുന്ന നെവിൻ പറയുന്നതാണോ സത്യം, ഷാനവാസ് പറയുന്നതാണോ എന്നറിയില്ല. എപ്പിസോഡിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ആദിലയും പറയുന്നുണ്ട് നെവിനിന്റെ സെക്ഷുവാലിറ്റി എന്തെന്ന് നെവിൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പലരിടത്തും നെവിൻ മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. പ്രവീൺ പറഞ്ഞിട്ടുണ്ട്, പ്രവീണിന് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തു എന്നുള്ളത് ഷാനവാസിക്ക പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുന്നേ അഭിലാഷിന്റെ അടുത്ത് നിന്ന് മാറി നിന്ന കേസ്, ഇതെല്ലാം ഇന്ന് കലങ്ങി നെവിന്റെ തലമണ്ടയ്ക്കകത്താണ് ഇരിക്കുന്നത്. ഇത് വെച്ച് വീട്ടുകാർ ഗെയിം കളിക്കുകയാണ്, ലൈഫ് വെച്ചാണ് ഗെയിം കളിക്കുന്നത്. ഇത് നെവിൻ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ ഇല്ലേന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെടുന്ന കേസാണ്. കാരണം ഇപ്പോൾ നമ്മൾ ലൈവിൽ കണ്ടുകൊണ്ടിരുന്ന പോലെയല്ല, കുറച്ചും കൂടെ പച്ചയ്ക്ക്. എപ്പിസോഡിൽ മ്യൂട്ടില്ല, സാധാരണ എപ്പിസോഡിലാണ് മ്യൂട്ട് വരുന്നത്. ഇപ്പോൾ എപ്പിസോഡിൽ മ്യൂട്ടില്ല. ഇന്ന് ലൈവിനകത്തായിരുന്നു ഇന്നത്തെ ദിവസം മ്യൂട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഇന്ന് രാവിലെ തന്നെ ഈ പറഞ്ഞ റന ആര്യൻ ഇഷ്യൂ, ആര്യൻ റനയുടെ പുറത്ത് കയറി കിടക്കാനായിട്ട് പോയ സാധനം, ആര്യൻ അവിടെ ഭയങ്കരമായൊരു തെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയും പോലെ എൻ്റെ കട്ടിലിൽ എന്ത് കിടന്നാലും ഞാൻ പിടിക്കുമെന്ന് മൈബോസി പറയുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടാണ് ആര്യൻ നിന്നത്. ഇതെന്ത് കഥ? റനയുടെ അടുത്ത് എഴുന്നേറ്റ് പോകൂ എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ ഇയാൾക്കില്ലേ? കയറി ഇതിൻ്റെ പുറത്ത് കിടക്കാനാണോ പോകുന്നത്? തൊട്ടില്ല, ഓക്കെ ഫൈൻ. പക്ഷെ അങ്ങനെ കയറി കിടക്കാൻ പോകുമ്പോൾ അത് പുറത്തു വരുന്ന രീതി എന്തായിരിക്കും? അത് ഇതൊക്കെ പുറത്തു പോകണം. ആര്യൻ ഇങ്ങനത്തെ കണ്ടന്റുകൾ പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണോ ഈ പറയുന്ന പോലെ ചെയ്യുന്നത്? 9 പേര് നോമിനേറ്റഡ് ആയിട്ടുണ്ട്. അതിൽ നിന്നും പുറത്തു പോകുന്നത് സാബുമാനോ ലക്ഷ്മിയോ തന്നെ ആയിരിക്കാം. പിന്നെ അതിനകത്ത് വളരെ ട്വിസ്റ്റ് ഒന്നും വരാൻ പോകുന്നില്ലെന്നാണ് തോന്നുന്നത്, അറിഞ്ഞുകൂടാ. ദെൻ ജിഷിൻ ക്യാപ്റ്റനായി. ജിഷിൻ്റെ കുറച്ച് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് 4 ആയിരുന്ന വീടിനെ 2 ആക്കി. 2 ആക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇനി കൂടുതൽ അടികളാണ് വരാനിരിക്കുന്നത്. ബിന്നിയാണ് ഇന്നത്തെ ദിവസം കറക്റ്റ് വീണ് കിട്ടിയ ചാൻസ് നന്നായിട്ട് യൂസ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ പറയും പോലെ റന ആര്യൻ വിഷയത്തിലുള്ള ഏക വിറ്റ്നസ് ബിന്നിയാണ്. നെവിൻ വിറ്റ്നസ് ആണെങ്കിലും ആര്യനെ സപ്പോർട്ടും ചെയ്യുന്നില്ല, എഗെയിൻസ്റ്റും പറയുന്നില്ല. പക്ഷേ വിറ്റ്നസ് ആയിട്ടുള്ള ബിന്നി കറക്റ്റ് റനയുടെ കൂടെ ഒരു സപ്പോർട്ടിങ് ഫാക്ടറായിട്ട് നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്. പക്ഷേ ജിസേലിന് മുന്നും പിന്നും ഒന്നും നോക്കാനില്ല. ഫുൾ ആര്യൻ ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാലും ജിസേല് ഫുൾ സപ്പോർട്ടാണ്. ഇതിനകത്ത് തെറ്റ് റനയുടെ ഭാഗത്താണോ ആര്യൻ്റെ ഭാഗത്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കമൻറ്റുകൾ ഞാനിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ആര്യൻ്റെ കട്ടിലിൽ വന്ന് കിടന്നിട്ടല്ലേ ആര്യം പോയെന്ന്. ഞാൻ ചോദിക്കട്ടെ, ആര്യൻ്റെ കട്ടിലിൽ വന്ന് ആര് കിടന്നാൽ ആരും പിടിക്കുമോ? അല്ലെങ്കിൽ ഇങ്ങനെ പോയി കിടക്കാനായിട്ട് പോവുമോ? അത് റോങ് ആണ്. ബിഗ് ബോസിനകത്ത് പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ പ്രോപ്പർട്ടിയും എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്, നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളല്ലാതെ. അവിടെ ഒരാൾ കിടന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോ എന്ന് പറയാനുള്ള ഒരു മര്യാദ കാണിക്കണം. ഓക്കെ, ഇങ്ങനെ വന്ന് കിടന്നിട്ട് അത് കോണ്ടന്റ് പുറത്തു പോകാനായിട്ടുള്ള വേല ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അനുവും പറയുന്നുണ്ട് അവൻ ഇന്റൻഷനലി ആണ് ഈ സാധനം ചെയ്തതെന്ന്. അനുവിന് എന്ത് റൈറ്റ്സ് ഉണ്ട്? ഈ പറയുന്ന പോലെ ആര്യൻ ഇന്റൻഷനലി ആണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ പുറത്ത് പോയി ഗാർഡനിൽ പോയി കിടന്നത് ഇതൊന്നും കാണാൻ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ അനു പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു തെളിവുമില്ല. ബാക്കി ലൈസൻസ് ഇല്ലെന്ന് കരുതിക്കൊണ്ട് പലതും പറയരുത്. ആര്യൻ ഇന്റൻഷനലി ചെയ്തു എന്ന് പറയാനായിട്ട് അനുവിന്റെ കയ്യിൽ എന്താണ് തെളിവുള്ളത്? എനിക്ക് അവനെ വളരെ വ്യക്തമായിട്ട് അറിയാം. അവൻ എൻ്റെ അടുത്ത് ഇതൊക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അനു സംസാരിക്കുന്നത്. മൊത്തത്തിൽ സത്യം പറയല്ലോ, തീട്ട കേസ്. എങ്ങനെ പറയാതിരിക്കും? കഴിഞ്ഞ വർഷം വരെ റിവ്യൂവിൽ ഞാൻ ഒരു മോശം വേർഡ് പോലും യൂസ് ചെയ്യൂല. ഇത്തവണ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കഥ മുന്നോട്ട് എങ്ങനെ അല്ലാതെ പറയില്ല. ഞാൻ പറഞ്ഞ ലാലേട്ട, നിങ്ങളിത് കളഞ്ഞിട്ടിപ്പോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാ ഓരോ ആഴ്ചയും വന്ന് ചർച്ച ചെയ്യേണ്ടത്? പുതപ്പിൻ്റെ അടിയിലെ അവിഹിത കേസ്, പിന്നെ സദാചാര കേസ്, കഴിഞ്ഞ ആഴ്ച നടന്ന കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്ത കേസ്, വയറി പിടിക്കുന്ന കേസ്, ഈ ആഴ്ചത്തെ കേസ് ഷാനവാസിന്റെ പിടിയും വലിയ എവിടെ പിടിച്ചെന്നോ വലിച്ചെന്നോ ആ കേസ് കിടക്കുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന റനയുടെ പുറത്ത് കിടക്കാൻ പോയിരുന്ന ആ മഹാനടനെ കൊണ്ട് എന്തിനാണ് ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ വ്യക്തിയുടെ ഒരു അവസ്ഥയെ ഇതൊക്കെ വന്ന് ഓരോ ആഴ്ചയും ചോദിക്കുന്നത്. ബിഗ് ബോസിന്റെ നിലവാരം, നമുക്ക് കണ്ടന്റ് ഉണ്ടേ, കണ്ടന്റ് ഉണ്ട്, പക്ഷെ വെറും ചന്ത കണ്ടന്റ്. നമ്മൾ ഒട്ടും വിറ്റ് തിന്നാൻ ആഗ്രഹിക്കാത്ത രീതിയിലെ കണ്ടന്റുകളാണ് പുറത്തു വരുന്നത്. വളരെ മോശം. ഈ സീസൺ ചന്ത, വിച്ച് ഈസ് ദ ചന്ത സീസൺ ഓഫ് ബിഗ് ബോസ് മലയാളം ഹിസ്റ്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 എന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാം. ഒരാളെ എടുത്ത് പറയാൻ പറ്റില്ല, എല്ലാവരും കണക്കാണ്. ഇവരുടെ ലാംഗ്വേജുകൾ ശരിയല്ല, ഇവർ സംസാരിക്കുന്ന രീതികൾ ശരിയല്ല. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 7 ഡേ 43 സെപ്റ്റംബർ 15 ഫുൾ എപ്പിസോഡ്
റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. ഇന്നത്തെ മോർണിംഗ് സോങ് ശരവണ മുരുകനിക്ക് ഷൺമുഖ മുരുകനിക്ക് കൊണ്ടാടിയ കൊണ്ടാടിയ കൊണ്ടാട്ടം, ലാലേട്ടന്റെ തുടരുമിലെ പാട്ടാണ്. മോർണിംഗ് തന്നെ നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടേ വരാവൂ, ഇത് അനാലിസിസ് ആണ്. അപ്പൊ ഈ പറയുന്ന റെന ആര്യൻ ഇഷ്യൂവില് റെന ആദ്യം ഒന്നും ഇതിനെ കണ്ടന്റ് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ ആര്യൻ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ, മീൻസ് ആര്യൻ അവിടെ ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ റെനയ്ക്ക് ഇതൊരു കണ്ടന്റ് ആക്കാൻ പറ്റൂലായിരുന്നു. പക്ഷെ ആര്യൻ എന്ത് ചെയ്യുന്നു? സോറി പറയുന്നില്ല. ആര്യൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് ആര്യൻ സോറി പറയുന്നില്ല. എൻ്റെ ബെഡിൽ എന്തിനാ വന്ന് കിടന്നത്? എൻ്റെ ബെഡിൽ കിടക്കാൻ വന്ന എന്തിനാ? അപ്പം ബെഡിൽ കിടന്നാൽ നീ പിടിക്കുവോ? നീ അങ്ങനെ പിടിക്കാനായിട്ട് വരുമോ? ഞാൻ അതാണ് ചോദിക്കുന്നത്. ആര്യൻ അങ്ങനെ ചെയ്യുമോ ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ? അപ്പോഴത്തേക്കും റെന അതിനെ തിരിച്ച് കണ്ടന്റ് ആക്കി. എന്തായാലും എനിക്ക് കണ്ടന്റ് ഇല്ല, അപ്പം പിന്നെ ഞാൻ ഇതിനൊരു കണ്ടന്റ് ആക്കാം എന്നുള്ള ലെവലിൽ വീട് മൊത്തം മലമുറയിട്ടുണ്ടാക്കുന്ന കണ്ടന്റ് ആണ്. പക്ഷെ അവിടെ ന്യായം ആരുടെ ഭാഗത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെനയുടെ ഭാഗത്താണ് പൂർണ്ണമായിട്ടും. ഇനി ആര് കട്ടിലിൽ കയറി കിടന്നെന്ന് പറയട്ടെ, നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ വീട്ടിനകത്ത് വേറൊരാൾ റോഡേ പോണ ഒരാൾ കയറി വന്ന് കട്ടിലിൽ കിടന്നു കഴിഞ്ഞാലും അങ്ങനെ ചെയ്യാൻ പാടില്ല മക്കളെ. പിന്നെയാണോ ഇനി ബിഗ് ബോസ് ഹൗസ്? അത് തെറ്റാണ്. കിട്ടിയ ചാൻസ് റെന കറക്റ്റായി യൂസ് ചെയ്തു. പക്ഷേ അവിടെ ആര്യൻ പറയുന്ന സ്റ്റേറ്റ്മെന്റിന് എതിരായിട്ട് വീട്ടുകാർ ആദ്യം നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ആര്യൻ റെനയ്ക്കെതിരെ ഇതിനെ വളച്ചൊടിച്ചങ്ങ് വിടുന്നുണ്ട്. റെന 2-3 ദിവസം മുന്നേ ഇതുപോലെ തന്നെ എന്തോ ഒരു മഹാ കണ്ടന്റ് എനിക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വീട്ടുകാർ എന്ത് ചെയ്യുന്നു? ആ ലെവലിലോട്ട് അങ്ങ് പോകുന്നു. അതുകൊണ്ട് ആര്യൻ്റെ ഭാഗത്താണ് കൂടുതൽ പേര് നിൽക്കുന്നത്. ജിസേൽ മമ്മി എൻ്റെ മോൻ പാലിൽ തരാം, പീപ്പി തരാം മോനെ, അവനൊരു ജോക്കിലാണ്, അവൻ എങ്ങനെ പണിഞ്ഞിട്ടാണ് എനിക്ക് തോന്നിയിട്ടാണ് രന എൻ്റെ നമ്മുടെ കടലിൽ കിടക്കാൻ വന്ന് ഫുൾ സപ്പോർട്ട്. ഞാൻ അതാണ് ആലോചിക്കുന്നത്, ഇവരൊരു സ്ത്രീയല്ലേ, ഒരു ലേഡിയല്ലേ നിങ്ങൾ? അറ്റ്ലീസ്റ്റ് ആര്യൻ്റെ അടുത്ത് നിങ്ങൾ പോയി എന്താ നടന്നതെന്ന് വെച്ചാൽ, ഞാൻ ആ ലൈവ് വ്യക്തമായിട്ട് കണ്ടതാ. എന്താ ആര്യ നടന്ന എന്നൊന്നും ചോദിക്കുന്നില്ല. ഈ അലിഗേഷൻ പറയുന്നു അവൻ തമാശയ്ക്ക് നമ്മുടെ ഈ ചിക്കനല്ലേ അവനെ തമാശയ്ക്ക്. എന്തുവാടെ നിങ്ങൾക്കൊരു നിലപാടില്ലേ? എല്ലാ കാര്യത്തിലും ഈ കണ്ണും പൂട്ടി ഇങ്ങനെ. അതപ്പോൾ ആര്യനും കണക്കാണ്. ജിസേൽ എന്ത് വന്നു കഴിഞ്ഞാലും ഇവിടെ അമ്മായി മരുമോനും കളിയാണ് അവരവിടെ ഇരുന്ന്. ഓക്കെ, ദെൻ പിന്നീട് ബിന്നി. അയ്യോ, എനിക്ക് ഇഷ്ടപ്പെട്ടത് ബിന്നിയാണ്. കാരണം എന്തെന്ന് പറയട്ടെ, ബിന്നി എന്തെന്നറിയോ, ഈ ബിന്നി ഏക വിറ്റ്നസ് ആണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ കണ്ടു, അപ്പൊ ഇന്ന് ഞാനൊരു കലക്കും എന്നും പറഞ്ഞുകൊണ്ട് ബിന്നി എന്ത് ചെയ്യുന്നുണ്ട്? ബിന്നിക്ക് അറിയാന്നുള്ള സകല കാര്യങ്ങളും വിളിച്ചു പറയുന്നു. നീ ചെയ്ത തെറ്റാണടാ, അങ്ങനെ അവനെ ഇങ്ങനെ. ഇത് മൊത്തം വീട്ടുകാർ കണ്ടുപിടിക്കുന്നു. ബിന്നി കുത്തിത്തിരിപ്പാണെന്നുള്ള വില കണ്ടുപിടിക്കുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ബിന്നി ഈ കേസിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയത് ബിന്നിക്കാണ്. കാരണം റെന പേടിച്ച ആളാണ്, ആര്യൻ പോയി ഇങ്ങനെ നിന്ന ആളാണ്. ഇത് രണ്ടും കണ്ട വ്യക്തി ബിന്നിയാണ്. ബിന്നി ഇത് വെച്ച് നല്ല രീതിയിലൊരു പ്ലേ അതിനകത്ത് നടത്തുന്നുണ്ട്. അതിനുശേഷം അനീഷ് ആര്യനെതിരെ അടിക്കാൻ കിട്ടിയ അമ്പ് കറക്റ്റായിട്ട് പോയി. നീ 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 മറ്റവനാണ്, നീ മറിച്ചവനാണ്, നീ കള്ളം പറയുന്നവനാണ് എന്നും പറഞ്ഞ് ആര്യനെ തീർത്ത് വിടുന്നുണ്ട് അനീഷ്. സോറി പറയുന്നുണ്ടെങ്കിലും ഈ ഇഷ്യൂ തന്നെ രാത്രി വീണ്ടും ഒന്നുകൂടെ പൊട്ടുന്നുണ്ട്. റെന അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കരഞ്ഞ് മെഴുകി കുറെ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷമാണ് അനുവും ആദിലയും കൂടെയുള്ള ഫൈറ്റിൽ അവൻ്റെ ഇൻറ്റൻഷൻ ശരിയല്ല എന്ന് പറയുന്നത്. അനുവിന് എന്ത് റൈറ്റ്സ് ഉണ്ട് ഈ പറയുന്ന പോലെ ആര്യൻ്റെ ഇൻറ്റൻഷൻ ശരിയല്ലെന്ന് പറയാൻ? അന്ന് ഞാൻ ചോദിക്കട്ടെ, അനു ആര്യൻ്റെ കാലിൽ ഇങ്ങനെയായിട്ട് തടവുന്നോ ലൗട്രാക്ക് ഇറക്കുന്നു എന്നൊക്കെ ബാക്കിയുള്ളവർ പറഞ്ഞപ്പം നിങ്ങൾക്ക് എങ്ങനെ അറിയാം, നിങ്ങൾ എന്തിനു പറഞ്ഞു, നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ച അതേ അനുവിന് ഇത് പറയാൻ യാതൊരുവിധ റൈറ്റ്സും ഇല്ല. ഇല്ലെങ്കിൽ അനു എന്ത് ചെയ്യണമായിരുന്നു? തെളിവ് കാണിക്കണമായിരുന്നു. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവൻ്റെ ഇൻറ്റൻഷൻ ഒരാള് ഇൻറ്റൻഷൻ ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ അത് വ്യക്തമായിട്ട് വെറുതെ ബിഗ് ബോസ് വീടാണ്, കോടതി പോലെയാണത്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് തെളിവ് വേണം. ചുമ്മാ അലിഗേഷൻ ഉന്നയിക്കാൻ പറ്റത്തില്ല. ലാലേട്ടൻ വരുമ്പോൾ ഇത് ചോദിക്കണം. അനു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആര്യൻ്റെ ഭാഗത്ത് നിൽക്കുമല്ല മക്കളെ. പക്ഷേ അനു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനു എന്ത് ചെയ്യണം? അതിനുള്ള തെളിവും കറക്റ്റാണ് കൊടുത്തിരിക്കണം. അതനുു പറയുന്നില്ല. എനിക്ക് പറയാൻ പറ്റില്ല അതൊന്നും ഇവിടെ ആരോടും. ഞാൻ അതൊന്ന് കാണാൻ വയ്യാതെയാണ് പുറത്തു പോയി കിടന്നത്, എൻ്റെ ദൈവമേ എന്നുള്ള ലെവലില്. അപ്പം അനു അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. അതിനുശേഷം ക്യാപ്റ്റൻസിയിലെ ഈ പറയുന്ന 3 പേർക്കും, ഒനീലിനും റെനയ്ക്കും ജിഷനും പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 റൂൾസ് പറയുന്നു. അപ്പോൾ അവരുടെ റൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. കൊള്ളാം കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു. അതിനകത്ത് റെന മാത്രമാണ് ഫുഡിന്റെ കാര്യത്തിൽ കുറച്ചൊന്ന് ഇളവൊക്കെ കൊടുത്തത്. എന്നിരുന്നാലും അതിനകത്ത് വീട്ടുകാർക്ക് അവരനുസൃതമായിട്ട് റാങ്ക് ചെയ്യുന്നത് ഒനീലിനെയും ജിഷിനെയും റെനയാണ്.
പക്ഷെ ക്യാപ്റ്റൻസി ടാസ്ക് ശരിക്കും പറഞ്ഞാൽ കാറ്റ് ചതിച്ച്, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ജയിച്ചേനെ. കാറ്റ് ചതിച്ചതുകൊണ്ട്, അല്ലെങ്കിലും പിന്നെ കഴിവും വേണം. കാരണം സ്റ്റിക്കി നോട്ടുകൾ വെച്ചിട്ടുള്ള ആ ടാസ്കിനകത്ത് സീസൺ 4 നമ്മൾ കണ്ട ടാസ്ക്കാണ്. റിയാസ്, ബ്ലസ്ലി, റോബിൻ ടാസ്ക് കളിക്കുന്നു. പിന്നെ സുചിത്രയാണ് അതിൻ്റെ വിധികർത്താവ്. അപ്പോൾ ആ ടാസ്ക് ഭയങ്കര വിവാദമായി മാറിയ ടാസ്ക്കാണ്. പക്ഷേ ഇത്തവണ കാറ്റ് ചതിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ഭയങ്കര വിവാദമായിരുന്നു. ഇത്തിരി കൂടെ സമയം അവർക്ക് കൊടുക്കണമായിരുന്നു. എനിക്ക് നല്ലപോലെ വിവാദമായി മാറിയേനെ. ദെൻ ജിഷിൻ ക്യാപ്റ്റൻ ആവുന്നു. അതിൽ വീട് 2 ആക്കി തിരിക്കുകയാണ്. 4 ആക്കി മാറ്റാനുള്ളതിന് ജിഷിൻ എന്ത് ചെയ്യുന്നു? വീട് 2 ആക്കി തിരിക്കുന്നു. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തമിഴ് ബിബിയിലൊക്കെ കാണുന്ന പോലെ കിച്ചനും വെസലും കൂടെ, കുക്കിങ്ങും വെസലും കൂടെ ചേർത്ത് കിച്ചൺ ആക്കി മാറ്റുന്നു. വെസലും ഉണ്ട്, കുക്കിങ്ങും ഉണ്ട്. അങ്ങനെ ആണെങ്കിലും എന്താണ്, ഇവർക്ക് അങ്ങോട്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പണി ചെയ്യാം. പക്ഷെ സംഭവം കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ അത് പ്രാവർത്തികമാക്കാനായിട്ട് നടക്കത്തില്ല. കാരണം ഒരു കാരണവശാലും കിച്ചണും വെസലും കൂടി ഒരുമിച്ച് പോകത്തില്ല. കുക്കിങ്ങും വെസലും കൂടി, അതുപോലെ ബാത്റൂമും ഫ്ലോറും കൂടി നടന്ന് പോകത്തേ ഇല്ല. പക്ഷേ ജിഷിൻ അങ്ങനെയാണ് തിരിച്ചുവിടുന്നത്. ഓക്കെ, അതിനുശേഷമാണ് മല്ലിയില കേസ്. നെവിൻ മല്ലിയില എടുത്തുകൊണ്ട് പോകുന്നു. ഒരു നിസ്സാരം മല്ലിയിലയാണ്. ഈ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇന്ന് ഈ പറയുന്നത് പോലെ കവറിനകത്തോടെ വേസ്റ്റ് കൂട്ടേ കിടക്കണം. ഈ സാധനത്തിന് വേണ്ടി അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുകയും ഷാനവാസ് അത് മനഃപൂർവ്വം തട്ടിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കലിയിൽ ആ ഒരു ടെമ്പറിൽ അത് തട്ടണമെന്ന് വിചാരിച്ച് വന്നതായിരിക്കില്ല. പക്ഷെ കൈ വീശിയതും തട്ടിയ കണക്ക് തന്നെയാണ്. ഷാനവാസിന്റെ ഭാഗത്താണ് അതിനകത്ത് തെറ്റ്. തട്ടിയത് കണക്ക് തന്നെയാണ്, പക്ഷെ ഇന്റൻഷ്യലി ചെയ്തതായിരിക്കത്തില്ല. അതിന്റെ പേരിൽ 2 പേരും കൂടെയുള്ള യമണ്ടം ഫൈറ്റിന്റെ ഇടയിലാണ് ആദിലയും നൂറയും അത് ഇന്റൻഷ്യലി ഷാനവാസ് ചെയ്തതല്ലെന്ന് പറയുന്നതും. ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി നെവിൻ പൊട്ടിച്ചെന്ന് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് നീ ഇതിനേക്കാൾ വലിയ 3rd റേറ്റ് ഗെയിം കളിക്കുന്നവനാണ് എന്ന് പറഞ്ഞ സാധനം നെവിൻ എടുത്തു വെച്ച്, നെവിൻ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിന ഉണ്ടാക്കിയത്. എന്ത് 3rd റേറ്റ് ഇപ്പൊ പറയണം, എന്താണ് ഞാൻ നാറെന്ന് പറഞ്ഞ കേസ് എന്ന് ചോദിച്ച് അവസാനം ഷാനവാസ് എൻ്റെ അടുത്ത് അവൻ ബിഹേവ് ചെയ്യുന്ന രീതി ശരിയല്ല എന്നൊരു സാധനം വീടിനകത്ത് വരുന്നു. എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന രീതി ശരിയല്ല, അവൻ എൻ്റെ പലയിടത്തും കൈ വെച്ചപ്പോൾ ഞാനിങ്ങനെ അടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഷാനവാസ് ഈ പറഞ്ഞ പർട്ടിക്കുലർ ഡയലോഗ് എപ്പിസോഡിലുണ്ട്, പലയിടത്തും കൈ വെക്കുമ്പോൾ അടിച്ചിട്ടുണ്ടെന്ന് പറയാൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പം എന്നെ ഷാനവാസ് ഒരാണാണേ, അപ്പം നിങ്ങൾ പെൺകുട്ടിയൊക്കെ ഈ കേസ് അറിയാനുണ്ടാവില്ല, ആൺകുട്ടികളും ഞാൻ ചോദിക്കാം. ഷാനവാസ് പറഞ്ഞ സാധനമാണ് ചോദിക്കും, നിങ്ങളുടെ ദേഹത്ത് ഒരാണ് കൈ വെച്ച് കഴിഞ്ഞാൽ അടിക്കുന്ന എവിടെ വെച്ചാണ്? നിങ്ങൾ അടിക്കുന്നുണ്ടെങ്കിൽ എവിടെ കൈ വെച്ചാൽ അടിക്കും? തോളിൽ കൈ വെച്ചാൽ അടിക്കുമോ? ഇവിടെ വെച്ചാൽ അടിക്കുമോ? ഇവിടെ വെച്ചാൽ നിങ്ങൾ അടിക്കുമോ? ഇവിടെ വെച്ചാൽ നിങ്ങൾ അടിക്കുമോ? ഇതിൻ്റെ താഴോട്ട് വെച്ചാൽ നിങ്ങൾ അടിക്കുമോ? അടിക്കും. അപ്പൊ ഷാനവാസ് അടിച്ചിട്ടുണ്ടെങ്കിൽ, ഷാനവാസ് അടിച്ചു എന്ന് വളരെ വ്യക്തമാണ്, അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അരയ്ക്ക് താഴോട്ട് എവിടെയോ ഒക്കെ, ചിലപ്പോൾ കാലിലാവാം, ചിലപ്പോൾ തുടയിലാവാം, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആവാം. ഞാൻ ചോദിക്കുന്ന സാധനം അതാ. ഇവിടെ മുതൽ ഇവിടെ വരെ വെച്ചാൽ എന്തായാലും നമ്മൾ ആരും അങ്ങനെ അധികം അടിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ബിഗ് ബോസ് വീടിനകത്ത് അടിക്കാൻ പോകുന്നില്ല. അതിന് താഴേക്ക് വെച്ച് കഴിഞ്ഞാലാണ് അടി വെട്ടുന്നത്. അപ്പം നെവിൻ എന്താണ് ചെയ്തത്? ഞാൻ അതാണ് ചോദിക്കുന്നത്, എന്താണ് പിന്നെ ചെയ്തത്? ഷാനവാസ് പറയുന്ന സാധനം ശരിയാണെങ്കിൽ നെവിനെ പെടും. ഓക്കെ, പിന്നെ ഈ പറയുന്നത് പോലെ ഈ വിഷയം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കിച്ചണിൽ റെനയും ജിഷിനും കൂടെ ആയിട്ടുള്ള ഒരു ഇഷ്യൂ നടക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെനയുടെ ഭാഗത്താണ് അതിനകത്ത് ന്യായം. എന്താണെന്ന് വെച്ചാൽ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും വേണ്ടി ഫുഡ് ഉണ്ടാക്കുമ്പോൾ വെജിറ്റേറിയൻസിന് അവിടെ ചോറുണ്ട്, വീണ്ടും വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഉരുളക്കിഴങ്ങ് കറി ഓക്കെ ഫൈൻ, പക്ഷെ ഇതിനെ ചപ്പാത്തി ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ചോറ് നമുക്ക് രണ്ടിൻ്റെയും കൂടെ കഴിക്കാമല്ലോ. അപ്പൊ റെന പോയി അതിനിടയിൽ ഇടപെട്ട് അവിടുത്തെ കോണ്ടന്റ് ഉണ്ടാവുന്ന അത് റെനയ്ക്ക് പോസിറ്റീവായിട്ട് വരത്തുള്ളൂ. അവിടെ കുറേ പേര് വളച്ചൊടിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അക്ബർ റെനയെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, ജിസേലി അതിന്റെ ഓപ്പോസിറ്റും പറയുന്നുണ്ട്. ഇവരും അതിന്റെ പേരിൽ തല്ല് പിടിക്കുന്നുണ്ടെങ്കിലും റെന അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കണം. ഞാൻ അവിടെ ഉണ്ടാകുമെങ്കിൽ ഞാൻ ചോദിച്ചേനെ. കാരണം ഇവർക്ക് എന്താ, ചോറ് വെജിൽ പെടുന്ന സാധനമല്ലേ? ചപ്പാത്തി ഉണ്ടാക്കുന്ന എന്തിനാണ്? വീണ്ടും ചപ്പാത്തി ഉണ്ടാക്കി കുടിക്കേണ്ട കാര്യമൊന്നുമില്ല അതില്. ഓക്കെ, ദെൻ നോമിനേഷൻ വരുമ്പോഴത്തേക്കും 8 പേർക്ക് ഓപ്പൺ നോമിനേഷനും 7 പേർക്ക് ക്ലോസ്ഡ് നോമിനേഷനുമാണ് വരുന്നത്. ഓപ്പൺ നോമിനേഷൻ ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഈ മന്ദബുദ്ധികൾ, ഈ മരമണ്ട ശിരോമണികൾ ഒരെണ്ണത്തിന് ധൈര്യമില്ല, അടിച്ചിറക്കി വിടണം. ഓപ്പൺ നോമിനേഷൻ ചെയ്യാൻ ആരൊക്കെയാന്ന് നോക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണ്ടേ? നമുക്ക് പിന്നെ ആലോചിക്കാം ആരുടെ പേര് പറയണം. ആദ്യം എഴുന്നേറ്റ് നിൽക്കണം. നമ്മൾ ഇവരുടെ ഒരാളുടെ പേര് നോമിനേറ്റ് ചെയ്യാൻ ധൈര്യമില്ലാത്ത നീയൊക്കെയാണോ അവിടെ കളിക്കാൻ പോയിരിക്കുന്നത്? ഒരാളുടെ പേര് ഓപ്പണായിട്ട് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എന്തിനാ പിന്നെ അവിടെ പോയിരിക്കുന്നത്? എന്ത് നിർബന്ധിച്ചിട്ടാണ് കുറേ പേര് അവിടെ എഴുന്നേക്കുന്നതെന്ന് അറിയാമോ? നെവിൻ, ഷാനവാസ്, ബിന്നി, അഭിലാഷ്, ജിഷിൻ, അക്ബർ, അനു, ആദില, ഇവർ 8 പേരാണ് അവിടെ ഇരുന്ന് നോമിനേറ്റ് ചെയ്യുന്നത്. എന്തിൻ്റെ? ഓപ്പൺ. ബാക്കിയുള്ളവരൊക്കെ ക്ലോസ്ഡ്. ബാക്കിയുള്ളവർക്ക് പേടിത്തൂറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയണം. ഇതിനകത്ത്
നോമിനേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട്. ആദില നെവിൻ്റെ പേര് പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിന്റെ സെക്ഷുവാലിറ്റി നമുക്കറിയില്ല, പക്ഷേ നീ ഷാനവാസിനോട് പെരുമാറുന്നത് ശരിയല്ലെന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്. പ്രവീണും പറഞ്ഞിട്ടുണ്ട് നീ ഒരു വേറൊരു രീതിയിലാണ് പെരുമാറുന്നതെന്ന്. ഷാനവാസും വന്ന് ഈ കേസ് പറഞ്ഞിട്ട് ഞാൻ പലതവണ ഇവരെ വാൺ ചെയ്ത് വിട്ടതാണ്, ഞാനിത് പറയണ്ടെന്ന് കരുതിയതാണ്, പക്ഷേ ഇന്ന് ചായക്കപ്പ കേസിൽ എന്നെ കുറ്റക്കാരനാക്കാൻ നോക്കിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് പറയുന്നു. അഭിലാഷ് വന്ന് നെവിൻ്റെ പേര് ഈ സെയിം നെവിൻ്റെ പേരല്ല ഷാനവാസിൻ്റെ പേര് നെവിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉന്നയിച്ചത് കൊണ്ട് പറയുന്നുണ്ട്. അവിടെ 3 പേരുടെയും ഭാഗത്ത് ന്യായമുണ്ട്. ഈ സാധനത്തിൽ 3 പേരുടെയും ഭാഗത്ത് ന്യായമുണ്ട്. പക്ഷേ ഇത് എന്താണ് സത്യം എന്നുള്ളത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാലേ പൂർണ്ണമായിട്ട് നമുക്ക് എന്തെങ്കിലും ഇതിൽ പറയാൻ പറ്റത്തുള്ളൂ. നോമിനേഷൻ ലിസ്റ്റിൽ നൂറ, ബിന്നി, ആര്യൻ, ആദില, ഷാനവാസ്, നെവിൻ, സാബുമാൻ, റന, ലക്ഷ്മി ഇവർ 9 പേരാണ് ഉള്ളത്. നൂറ ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ്, കഴിഞ്ഞ ടാസ്ക് തോറ്റ വഴി. ബാക്കി എല്ലാവരും നോമിനേഷനിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് എനിക്ക് തോന്നുന്നു ലക്ഷ്മിയും സാബുമാനും ആയിരിക്കാം പോവാനായിട്ട് സാധ്യത ഉള്ളത്. ദെൻ ഈ പറഞ്ഞതുപോലെ രാത്രിയിൽ വീണ്ടും റനയും ആര്യനുമായിട്ടുള്ള സെയിം ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും വിഷയമാവുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഷാനവാസ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ എവിഡൻ്റ് ആണ്, ക്ലിയർ വിസിബിൾ ആണ് എപ്പിസോഡിൽ. എൻ്റെ ദേഹത്തൊരിടത്ത് തൊട്ടു, ഞാൻ അടിച്ചു. ഞാൻ ഇത്ര മാത്രമേ ചോദിക്കുന്നുള്ളൂ, അടിച്ചു എന്ന് പറയണമെങ്കിൽ എവിടെ തൊട്ടിട്ടായിരിക്കും ഷാനവാസ് അടിച്ചത്? അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല ലൈവിലും എപ്പിസോഡിലും എന്നുള്ളത് പച്ചയായ മറ്റൊരു യാഥാർത്ഥ്യം. റനയ്ക്ക് അത്യാവശ്യം നല്ല കണ്ടന്റ് എന്ന് വാരി ബിന്നി നല്ല പോലെ ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിച്ച് കുറെ കുത്ത് തിരിച്ചെങ്കിലും നല്ല രീതിക്ക് ബിന്നി അതിനെ യൂസ്ഫുൾ ആക്കി എടുത്തു. ആര്യൻ പറഞ്ഞ ഡയലോഗ് ഭയങ്കര റോങ് ആണ് ആര്യ. കാരണം കട്ടിലിൽ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ കട്ടിൽ എന്തിനാണ് വന്ന് കിടന്നത്? ജിസേലമ്മായിയും ഈ സെയിം സാധനം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ചത്തെ എവിക്ഷനിൽ മിക്കവാറും സാബുമോനോ അല്ലെങ്കിൽ ലക്ഷ്മിക്കോ ആയിരിക്കും കുറി വീഴാനായിട്ട് എല്ലാ സാധ്യതയും കാണുന്നത്. കാരണം അവരാണല്ലോ ഇപ്പം നിലവിൽ ആക്റ്റീവ് അല്ലാതെ അവിടെ നിൽക്കുന്നത്. ഇപ്പം ഈ ആഴ്ച എന്തെങ്കിലും മാറുമെങ്കിലും അറിയാൻ പറ്റത്തുള്ളൂ. ജിഷിൻ്റെ ക്യാപ്റ്റൻസി അതിനകത്ത് ഡിവിഷനും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഇനിയിപ്പോൾ ഏത് ലെവലിൽ വരുമെന്ന് അറിയത്തില്ല. ഈ നെവിൻ ഷാനവാസ് കേസിൽ ഷാനവാസിൻ്റെ കൂടെ ആദില, നൂറ, ജിഷിൻ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പുറത്ത് ബാക്കിയുള്ളവരൊക്കെ ഏതാണ്ട് നെവിൻ്റെ കൂടെയാണ്. നെവിൻ്റെ കൂടെ. നെവിൻ അങ്ങനെ അധികം വേറെ അടുത്തൊന്നും ഇടപഴകിയിട്ടില്ലെന്ന് പറയുന്നു. ഷാനവാസിനാണ് ഈ ഇൻസിഡൻറ്റ് ഫീൽ ചെയ്തിട്ടുള്ളതെന്നാണ് ഷാനവാസ് പറയുന്നത്. ഒനീലിനും പിന്നെ അഭിലാഷിനും ഇത് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇവരിതിനകത്ത് കൂടുതൽ കോഡ് ഭാഷകൾ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഡബിൾ മീനിങ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എപ്പിസോഡ് വന്നപ്പോഴാണ് ഷാനവാസ് എന്നെ തൊട്ടപ്പം ഞാൻ അടിച്ചു എന്ന് പറഞ്ഞ സാധനം വളരെ മോശമാണ്. സത്യം ഭയങ്കര ചന്ത സാധനമാണ്. റിവ്യൂ ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടും കാസ്റ്റിൻ്റെ അത്യാവശ്യമുള്ളത് കൊണ്ടും ബിഗ് ബോസ് അത്ര ഇഷ്ടപ്പെടുന്നത് കൊണ്ട് റിവ്യൂ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി പ്രൊമോ വരാനിരിക്കുന്നു. അതിൻ്റെ അപ്ഡേറ്റുകൾ നാളത്തെ ലൈവ് റിവ്യൂ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ.